കുറെ നേരം ആയല്ലോ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ട്, കഴിഞ്ഞില്ലേ? എടാ, എനിക്കിത് പെട്ടെന്ന് തീർത്തിട്ട് എങ്ങോട്ടും പോകാനില്ല. ഞാൻ ദേ കുറച്ചേ ഉള്ളൂ എന്ന് കരുതിയിട്ട് തുടങ്ങിയതാ. നോക്കുമ്പോൾ മൊത്തം അഴുക്ക. എന്നാ പിന്നെ മുഴുവൻ അങ്ങ് വൃത്തിയാക്കാമെന്ന് കരുതി. നടക്കട്ടെ, പിന്നെ ഞാനും കൂടി കൂടണോ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട, നിനക്കൊന്നും ഇതിനുള്ള ക്ഷമ കിട്ടൂലടാ. നീ സൂപ്പർ ഫാസ്റ്റ് അല്ലേ. അല്ല, നീ നേരത്തെ സ്നേഹയുടെ വീട്ടിൽ വെച്ച് പറഞ്ഞ കാര്യം എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. എന്ത്? അല്ല, എൻ്റെ നാട്ടിൽ ആർക്കോ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്നോ അതിന് പോയേ പറ്റൂന്നൊക്കെ പറയുന്നത് കേട്ടു. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. ആ, ഇനി ഫാദർ അതിനെക്കുറിച്ചൊന്നും അധികം ഒന്നും ചോദിക്കണ്ട. അയ്യടാ, ഞാൻ പിന്നെ നിന്നോടല്ലാതെ ആരോട് ചോദിക്കാനാ? സത്യത്തിൽ അരുണേ, എന്താ നിന്റെ ഉദ്ദേശം? എന്തോ കാര്യത്തിന് ലീവ് എടുത്തു. എൻ്റെ കാര്യം മൈജിലോട് പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ നിന്റെ പരിപാടി? അതെ, എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പിള്ളേർ വരുന്നുണ്ട്. അവരുടെ കൂടെ ചെറിയൊരു കറക്കം. കാര്യം അതാന്ന് പറഞ്ഞാൽ മാം ലീവ് തരില്ല. അതാണ് ഞാൻ അച്ഛനെ പിടിച്ച് നടുവിലിട്ടത്. അതല്ലല്ലോടാ കുഞ്ഞെ, ഈ യാത്ര എന്തോ ഒരു വശപ്പിശ കാണുന്നായി എൻ്റെ മനസ്സ് പറയുന്നു. നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാ ഉടായിപ്പ്. ഫാദർ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? അതെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഫാദറിനോട് തുറന്നു പറയില്ലേ? ഈ കറങ്ങാൻ പോകുന്ന കൂട്ടത്തില് എവളുണ്ടോ? സ്നേഹ? അയ്യേ, ഫാദർ എന്തീ പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടിയാണെങ്കിൽ അതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? മാത്രമല്ല, സ്നേഹ അവളുടെ കൂട്ടുകാരിയുടെ മാരേജിന് പോവുമല്ലേ. അവളുടെ ഒപ്പം അവളുടെ അച്ഛനും പോകുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? രംഗനാഥനും സ്നേഹയും കൂടിയാണ് വിവാഹത്തിന് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം പിൻവലിച്ച്. ദേ, മൈഥിലി മാം മുമ്പിൽ വരുമ്പോഴേ കൂടുതൽ സത്യസന്ധനാവാൻ നിൽക്കരുത്. അരുൺ എൻ്റെ നാട്ടിലേക്ക് പോയതല്ല, ഇനി കൂട്ടുകാരെ സൽക്കരിക്കാൻ പോയതാണെന്നൊന്നും പറഞ്ഞേക്കരുത്. പാപങ്ങൾ കുറെ ആയി നീ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. അതെ, ഈ നാട്ടുകാർക്കൊക്കെയാണ് വികാരി അച്ഛൻ. എനിക്കെൻ്റെ സ്വന്തം അച്ഛനാ. അപ്പോൾ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ എടുക്കാം. മോന് വേണ്ടിയേ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയാം. അത് കുഴപ്പമില്ല. മതിയടാ, മതി. എന്തായാലും നിന്നെ ഒറ്റ കൊടുത്തിട്ട് കിട്ടുന്ന വെള്ളിക്കാശ് എനിക്ക് വേണ്ട. ആ, ചെല്ല്. ശരി, ചെല്ലടാ. അല്ല മോളെ, പെട്ടെന്ന് യാത്ര എങ്ങനെ വന്നതാ? നീ മുമ്പൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അച്ഛ, ഈ തല്ലും വഴക്കും പിറന്നാളിന്റെ ഒക്കെ ഇടയിൽ ഞാനത് വിട്ടുപോയതാ. എന്റെ കൂടെ പഠിച്ച സരയു, അവളുടെ കല്യാണ. ചെന്നില്ലെങ്കിൽ അവൾ എന്നെ കൊല്ലും. എവിടെ വെച്ചാ? ചങ്ങനാശ്ശേരിയില്. നീ എങ്ങനെ പോവും? ട്രെയിനില്. ട്രെയിനിലൊന്നും പോവാൻ നിൽക്കണ്ട. ഒരു കാര്യം ചെയ്, ഞാനിവിടെ ചുമ്മാ ഇരിക്കല്ലേ, ഞാനും കൂടെ വരാം. അച്ഛൻ എന്തിനാ വരുന്നേ? അവിടെ വന്ന അച്ഛനെ ബോറടിക്കും. ഇത്രയും കാലം വിദേശത്ത് ബോറടി ഇല്ലായിരുന്നെന്നാ നീ കരുതിയത്? എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. അച്ഛാ, ഞങ്ങൾ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ട്രെയിനിന് പോവാന്ന്. കൊല്ലത്തുനിന്ന് ആര്യ കയറും, കായംകുളത്തുനിന്ന് ദീപുണ്ട്. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോരില്ലേ? പെട്ടെന്ന് പറഞ്ഞാൽ വൈകുന്നേരം തിരിച്ചെത്തും. നീ ബെസ്റ്റ്. സരയെ വിട്ടാലല്ലേ. അവള് ഞങ്ങക്ക് തങ്ങാനും മറ്റും റിസോർട്ട് ഏർപ്പാടാക്കിയിരിക്ക. എന്തായാലും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരവുണ്ടാവും. എനിക്ക് നീ ഇങ്ങനെ തനിച്ചു പോകുന്നത് കേൾക്കുമ്പോ ഇതെന്താ ഇത്? ഇത്രയും കാലം ഞാൻ തനിച്ചല്ലേ ഇവിടെ ഉണ്ടായിരുന്നെ? എന്നിട്ട് എന്നെ ആരെങ്കിലും പിടിച്ചോണ്ടോയോ? അച്ഛനൊന്ന് ചുമ്മാ തരുന്നേ. എന്താ അച്ഛാ? ഏയ്, ഒന്നുമില്ല. നിനക്കെന്തായാലും പോയല്ലേ പറ്റൂ. ഇനി ഒരു കാര്യം ചെയ്യാം. ഇത്തരം ഫംഗ്ഷൻസ് വരുമ്പോഴേ ഞാൻ ഈ കൂട്ടുകാരായിട്ടുള്ള പ്ലാൻഡ് ഇടപാടുകളൊക്കെ വേണ്ടെന്ന് വെക്കാം. നമ്മൾ രണ്ടുപേരും കൂടെ പോവും, രണ്ടുപേരും കൂടെ തിരിച്ചു വരും. ഈ ഒരു ഒറ്റ തവണത്തേക്ക് ഒരു എക്സ്ക്യൂസ്. എന്റെ പൊന്നച്ഛനല്ലേ? ഓക്കെ, സാങ്ഷൻ കിട്ടി. എന്റെ അച്ഛൻ സ്മാർട്ട് അല്ലേ? ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് സ്മാർട്ട് ആക്കാൻ എന്റെ മോള് ശ്രമിക്കല്ലേ.
സ്കൂളിലെ പ്രിൻസിപ്പാൾ വിളിച്ചിരുന്നു. നമ്മളോട് രണ്ടുപേരോടും അത്യാവശ്യമായിട്ട് മാമിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. നാളെ തന്നെ. യാമിയുടെ കാര്യമാണ്. സാരംഗ് പോയാൽ മതി. ഞാൻ വരുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും വേണമെന്ന് മാം പറഞ്ഞു. എനിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലാന്ന് സാരംഗിന് പറയാറുന്നില്ലേ? പ്രത്യേകിച്ച് യാമിയുടെ കാര്യത്തിൽ. പ്രിൻസിപ്പൾ അവളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് അവളോട് ചോദിക്കേണ്ടി വരും. അപ്പം എന്താ സംഭവിക്കുക? അവിടെ വെച്ച് മോൾ എന്നെ നാണം കെടുത്തും. അത് കാണണോ? എന്തായാലും തനിച്ച് ഞാൻ പോകുന്നില്ല. നിക്ക്, ഞാൻ വരാം. കുഞ്ഞുനാളിലെടുത്ത് കളിപ്പിക്കുമ്പോൾ അവൾ എത്രയോ തവണ എൻ്റെ മുഖത്ത് ചവിട്ടിയിരിക്കുന്നു. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. രാവിലെ പോകാം. ലേറ്റായോ? വൈകിയപ്പോ എന്നെ പറ്റിച്ചു ഞാൻ കരുതി. ഫാദറിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങാൻ പറ്റ പാടെ എനിക്കറിയൂ. ഞാൻ ഇതുവരെ ഫാദറിനോട് കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ അച്ഛനോട് വല്ലപ്പോഴേ സത്യം പറയാറുള്ളൂ. ഇന്നലെ രാത്രി ഫാദർ എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു, കൂട്ടുകാരുടെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ താനും തൻ്റെ അച്ഛനും കൂടി കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകുന്നെന്നാ ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമൊന്നുമില്ല. എടോ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതിനെന്താ കുഴപ്പം? എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ കിടക്കിടയ്ക്ക് മുങ്ങാറുള്ളതാ. എങ്ങോട്ട്? ഞങ്ങൾ കൂട്ടുകാരുകൂടി എവിടെയെങ്കിലും ഒരു യാത്ര തീരുമാനിക്കും. ഏതെങ്കിലും ഒരു ഫീസിന്റെ കാര്യം പറഞ്ഞ് അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിക്കും. പിന്നെ ഒരു അടിച്ചുപൊളി തന്നെ. താൻ അങ്ങനെയൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനങ്ങനെ ടൂറൊന്നും പോയിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞു പറ്റിക്കാനും പണം വാങ്ങാനും പ്രത്യേകിച്ച് ആരുമില്ലല്ലോ. മതി മതി. നല്ലൊരു യാത്ര പുറപ്പെടാൻ നിൽക്കുമ്പോ ദയവ് ചെയ്ത് സാറിന്റെ സെന്റിമെന്റ്സിന്റെ കെട്ടൊന്നും അഴിക്കരുത്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്കൊന്ന് സ്ഥലം വിട്ടേക്കാം. ഇല്ലെങ്കിൽ അച്ഛനോ ഫാദറോ മൈഥിലി മാമോ ആരേലും കണ്ടാലോ? ഓഫ്, മൈഥിലി മാം എങ്ങാനും പറഞ്ഞാൽ തീർന്നു. എനിക്കത് ആലോചിക്കുമ്പോ തന്നെ ടെൻഷനോട് ടെൻഷനാ. എന്താ പിന്നെ വണ്ടി എടുത്തോ? പോണോന്ന് ഉറപ്പാണല്ലേ? പിന്നല്ലാതെ. കൊച്ചു എളുപ്പം കാലത്ത് ഈ ബാഗും എടുത്ത് ഇയാളെയും കാത്ത് നിൽക്കേണ്ട കാര്യം എന്താ? ആദ്യം ടെൻഷനൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചിരിച്ചേ. നമ്മൾ ഒന്നിച്ച് ആദ്യമായിട്ട് പുറപ്പെടാൻ പോകുന്നൊരു യാത്രയാ എന്ന് പറഞ്ഞാ നമ്മുടെ ലൈഫിൽ ഇന്ന് ഓർമ്മിച്ചു വെക്കാനുള്ള യാത്ര. ഇത്രയും കാലം താൻ എന്നെ പ്രേമിച്ചോന്ന് ചോദിച്ചാ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരുമാതിരി സർക്കാർ ഓഫീസിലെ കാര്യങ്ങൾ പോലെയാ. ഒരപേക്ഷ അങ്ങോട്ട് തരുന്നു, ഒരു മറുപടി ഇങ്ങോട്ട് തരുന്നു. പിന്നെ മാസം ചെറിയൊരു മെയിൻ്റനൻസ്. അല്ലാതെ ഒരു കാമുകൻ കാമുകയെ കൊണ്ട് നടക്കുന്ന പോലെ താൻ എന്നെ കൊണ്ട് നടന്നിട്ടില്ല. അതിന്റെയൊക്കെ കടം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് വീട്ടണം. എങ്ങനെ? അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ അത് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി. ഓക്കെ ആണെങ്കിൽ വണ്ടി എടുത്തോ. എന്താ, വണ്ടി എടുക്കുന്നില്ലേ? അതോ ഞാൻ എടുക്കണോ? പറയാൻ പറ്റില്ലല്ലോ. ഫാദറിനോട് കള്ളം പറഞ്ഞിറങ്ങിയതുകൊണ്ട് ചിലപ്പോ കൈകാലം വരച്ചാലോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ധൈര്യം വേണമെന്ന് വിചാരിച്ചാ പിന്നെ ഒരു ധൈര്യമാ. ആ ഞെട്ടിപ്പോവും. എന്നാ അതൊന്ന് കാണണല്ലോ. കേറ്. വാ. അപ്പൊ ഓക്കെ, ഇനി ഒന്നും ആലോചിക്കുന്നില്ല. നമ്മുടെ യാത്രയെക്കുറിച്ചും തന്നെക്കുറിച്ചും മാത്രം. ഗുഡ് ബോയ്. മിസ്റ്റർ സാരംഗ്, സൊസൈറ്റിയില് വളരെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന രണ്ടുപേരാ നിങ്ങള്. സത്യത്തിൽ നിങ്ങളെ വിളിച്ചിരുത്തി ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ മാം? വീടിനകത്തുള്ള കാര്യങ്ങള് കുട്ടികളുടെ മനസ്സിനെ പെട്ടെന്ന് ബാധിക്കും. പല കുട്ടികളും ഞങ്ങളുടെ കൺട്രോളിൽ നിന്ന് പോകുന്നത് സ്വന്തം കുടുംബത്തിലെ അസ്വസ്ഥതകൾ കാരണമാണ്. ഞാൻ തുറന്നു ചോദിക്കുന്നതിലെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്.
എന്താ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കള്ളം പറയാം, ഞാൻ തർക്കിക്കില്ല. അത് പൂർണ്ണമായും യാമിയുടെ ഭാവിയാണ് ബാധിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് സംഭവിച്ചത്? സ്റ്റെഫി മിസ് മൈഥിലിയോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ കാര്യങ്ങൾ അതിന്റെ എക്സ്ട്രീം ലെവലിലാ. യാമി ക്ലാസ്സിലുള്ള കുട്ടികളോട് വഴക്കിടുന്നു, അധ്യാപകരോട് നിരന്തരമായി ബഹളം ഉണ്ടാക്കുന്നു. നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി, അത്തരം കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയില്ല. ഒരു നല്ല കൗൺസിലിംഗ് ആ കുട്ടിക്ക് ആവശ്യമുണ്ട്. ഞാനത് അറേഞ്ച് ചെയ്യുകയും ചെയ്തു. ഇവിടെ അങ്ങനെ ഒരു സ്റ്റാഫ് ഉണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ പോലും യാമിയുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. യാമി പറഞ്ഞ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തപ്പോ ഞങ്ങൾ എത്തിച്ചേർന്നത് ഇതൊരു കുടുംബ വഴക്കിന്റെ ബാക്കി പത്രമായിട്ടാണ്. നിങ്ങള് സെപ്പറേറ്റഡ് ആണോ? അല്ല മാം, ഞങ്ങൾ ഒരുമിച്ചാണ്. താമസത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. അതെ മാം. നോക്കൂ, എനിക്കിവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഫ്യൂച്ചർ മാത്രം നോക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ നിങ്ങളെപ്പോലെ 2 പേരിൽ നിന്ന് ഇങ്ങനൊരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ പല കോംപ്രമൈസുകളും ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ. അവരെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിച്ചാ നിങ്ങൾക്കൊത്തുപോകാൻ പറ്റില്ലേ? യാമിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ തെറ്റുകളൊന്നും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇക്കാര്യത്തിൽ അത്രമാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റൂ. എനിക്കൊരു കുടുംബ കോടതിയുടെ ജഡ്ജിന്റെ സ്ഥാനമൊന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും പ്രായത്തിൽ അല്പം മൂപ്പുണ്ടെന്ന പേരിൽ പറയാ, ചെറിയ തർക്കങ്ങളിൽ നഷ്ടപ്പെടുന്നത് ജീവിതത്തിന്റെ വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കും. പിന്നെ ഒരിക്കലും അത് തിരിച്ചു പിടിക്കാൻ സാധിച്ചെന്നും വരില്ല. ഒരുപക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറന്നൂന്ന് വരും. നിങ്ങൾ ഒന്നിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ സ്വപ്നം, അതായത് നിങ്ങളുടെ കുട്ടികൾ കൈവിട്ടു പോയിരിക്കും. ഞാൻ മോളെ വിളിപ്പിക്കാം. കുട്ടിയോട് നിങ്ങൾ തന്നെ ഒന്ന് സംസാരിച്ചു നോക്ക്. അതെ, ധൈര്യത്തിന് കുറവൊന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? അത് തനിക്ക് ഞങ്ങൾ ആമ്പിളരെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞങ്ങൾ ആണുങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാലേ പിന്നെ മുന്നും പിന്നും നോക്കണ പ്രശ്നവുമില്ല. ഒരു പട തന്നെ വന്ന് മുന്നിൽ നിന്നാലും ഒരുതും ജയിക്കും. ആഹാ, ഇവിടെ നിന്ന് അങ്ങോട്ട് താൻ കണ്ടോ ശരിക്കുള്ള ധൈര്യം എന്താന്ന്? അയ്യോ, മൈഥിലി മാമല്ലത്. അയ്യോ, എങ്ങനെ? എന്താ പറഞ്ഞേ? പട ഇളകി വന്നാലും എങ്ങനെയായിരുന്നു അത്? താനൊന്ന് പോയേ. മൈഥിലി മാമിന്റെ കാര്യമൊക്കെ ആരെങ്കിലും തമാശക്ക് പറയൂ? എന്റെ ജീവൻ അങ്ങോട്ട് പോയി. തനിക്കറിയാലോ എങ്ങനെയാ ഞാൻ മൈഥിലി മാമിനെ കാണുന്നതെന്ന്. മാമായിട്ട് ഒരു ചെറിയ വാക്കി പിണങ്ങുന്നോ ഇത്തിരി നേരം മിണ്ടാണ്ടിരിക്കുന്നോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഞാൻ ദൈവത്തെ പിരിഞ്ഞിരിക്കാം, പക്ഷെ മാമിനെ പിരിഞ്ഞിരിക്കില്ല. അവരുടെ ഒരു ഭാഗ്യം കണ്ടോ. സാധാരണ കാമുകന്മാര് കാമുകയും കൊണ്ട് യാത്ര ചെയ്യുമ്പോ എന്താ പറയാ, ഒരു നിമിഷം പോലും എനിക്ക് തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, എന്റെ ശ്വാസം നിന്നു പോവും, അപ്പടിയാണ് ഇപ്പടിയാണ് എന്നൊക്കെയല്ലേ. ഇവിടെ എനിക്ക് എന്തേലും വിലയുണ്ടോ? എടോ, തനിക്കുള്ള വില തനിക്കുണ്ട്. ഇത് രണ്ടും രണ്ടാ. അല്ല, നമ്മുടെ പരിപാടി എന്താ? എങ്ങോട്ടേ പോക്ക്? ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ പോയാൽ നല്ല മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന് താഴെ ഇതുപോലെ ഒരു കരിക്ക് കടയുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി ഒരു കരിക്കൂടി കുടിക്കാം. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ വിട്ടാല് ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞ് വലതുവശത്ത് വേറൊരു കരിക്കടയുണ്ട്. അവിടുന്ന് കരി കുടിക്കാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാല് വേറൊരു. നിർത്ത്. അവിടെയും കരിക്കടയാണോ? കരി കുടിക്കാനാണോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ കരി കുടിക്കാനല്ല ഇറങ്ങിയിരിക്കുന്നെന്ന്? എന്നിട്ട് ചോദിച്ചു കേട്ടില്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന്? എടാ ചങ്ങാതി, ഇത്തിരി ഇല്ലാത്ത പീക്കിരി പിള്ളേര് അവരുടെ ലവേഴ്സിനെ വീട്ടിൽ നിന്ന് ചാടിച്ചു കഴിഞ്ഞാ എവിടേക്കാ പോവാ? എന്തൊക്കെയാ ചെയ്തു കൂട്ടാ? ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തവനായി പോയല്ലോ. അല്ല, ഈ കല്യാണം കഴിഞ്ഞാലേ നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടു നടക്കുന്നേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ആയില്ലേ? പിന്നെ താൻ നോക്കിക്കോ, ഫുൾ ടൈം തനിക്ക് സർപ്രൈസ് ആയിരിക്കും.
താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങൾ, പ്രതീക്ഷിക്കാത്ത കാഴ്ചകൾ, അങ്ങനെ താൻ കണ്ടുകൊണ്ടേയിരിക്കും. ഡോക്ടർ അരുണല്ലേ? ആ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ മൈഥിലിയുടെ മുന്നിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ? എനിക്ക് അത്തരം പ്രതീക്ഷകളൊന്നുമില്ല. ഇങ്ങേരുടെ തിരക്കിന്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി. എന്നാലും ചോദിച്ച നിലയ്ക്ക് നമുക്ക് നേരെ കോവളത്തേക്ക് വിട്ടാലോ? കോവളം കുഴപ്പമില്ല, പക്ഷേ അവിടെ കുറേ ആളുകൾ വരുന്ന സ്ഥലമല്ലേ. ഈ മൈഥിലി മാമിൻ്റെയും ഫാദറിൻ്റെയും കാര്യം മാത്രമല്ല, ഹോസ്പിറ്റലിൽ മുമ്പ് വന്നു പോയ ഏതെങ്കിലും പേഷ്യൻസോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവോ? എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി ഏതെങ്കിലും മരപ്പൊത്തിലോ മാളത്തിലോ ചെന്നിരിക്കേണ്ടി വരും. അവിടെയാകുമ്പോ പിന്നെ വേറെ ആരും കാണില്ലല്ലോ. അതല്ലടോ, ഇനി ഇതിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ കോവളം പോകുന്നു. നമ്മുടെ ആദ്യത്തെ യാത്ര അവിടെ രജിസ്റ്റർ ചെയ്യാം. എന്നാ കേറ്. ദാ May I come in, ma'am? യെസ്, Good morning, ma'am. ഗുഡ് മോർണിംഗ്. ഞാൻ യാമിയുടെ പേരൻസിനെ വിളിപ്പിച്ചത് തന്റെ ഇവിടുത്തെ ബിഹേവിയർ ഇവരെ ഒന്ന് അറിയിക്കാനാ. എന്താ മോളെ ഇത്? ഇതുവരെ ടീച്ചേഴ്സൊക്കെ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്ത് പറ്റി? യാമിയുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് അച്ഛനും അമ്മയും എന്നോട് ഉറപ്പ് പറഞ്ഞു. ബട്ട് ഐ ക്യാൻ ബിലീവ് ദാറ്റ് ബിക്കോസ് യാമിയുടെ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് തീരുമാനിക്കേണ്ടത് യാമി തന്നെയാണ്. കുട്ടിയുടെ ഉദ്ദേശം എന്താ? ഇവിടെ തുടർന്ന് പഠിക്കണമെങ്കിൽ ഇവിടുത്തെ രീതികൾ പാലിക്കണം. കൂടെ പഠിക്കുന്ന കുട്ടികളോടും ടീച്ചേഴ്സിനോടും കൃത്യമായ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. അതിനേക്കാൾ ഉപരി പഠിക്കാനുള്ള വിഷയങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താനും പാടില്ല. ഇതൊക്കെ സമ്മതമാണെങ്കിൽ യാമിക്ക് ഇവിടെ തുടർന്ന് പഠിക്കാം. അതർവൈസ് എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. മാം ചോദിച്ചത് കേട്ടില്ലേ മോളെ? ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് മാമിനോട് പറയ്. ഇനി എന്റെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഞാനും ടീച്ചേഴ്സും കുട്ടിയെ വാച്ച് ചെയ്യും. മാറ്റങ്ങൾ എന്തേലും വന്നാ ഇനി ഇതുപോലൊരു മീറ്റിംഗിൽ സംഭവിക്കാൻ പോകുന്നത് കുട്ടിയെ വേദനയോടെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും. യു അണ്ടർസ്റ്റാൻഡ്? യെസ്, മാം. കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. മാം, മോളെ ഞങ്ങളിപ്പോൾ കൊണ്ടുപോയിക്കോട്ടെ. നാളെ മുതൽ കൃത്യമായിട്ട് ക്ലാസ്സിൽ വന്നോളൂ. അതാ മാം നല്ലത്. ഞങ്ങൾ രണ്ടുപേരും അവളോട് സംസാരിക്കാം. ഗുഡ്. രണ്ടുപേരും സംസാരിക്കണം. പറ്റുമെങ്കിൽ രണ്ടുപേരും ഒന്നായിട്ട് സംസാരിക്കണം. ആ കുട്ടിയുടെ മനസ്സിപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് അതാണ്. താങ്ക് യു മാം.